ഓർമ്മ വെച്ച നാള് മുതല് അമ്മ പതിവ് തെറ്റിക്കാത്തൊരു കാര്യമുണ്ട്. വലുതോ ചെറുതോ എന്ന വേർതിരിവില്ലാതെ ഞാൻ ഏത് വിജയം നേടിയിട്ട് വന്നാലും ദേ എന്നെ പിടിച്ച് മുന്നിൽ നിർത്തി നെറുകയിലൊരു മുത്തം തരുമായിരുന്നു. ഇപ്പോ നാള് കുറേയായി അങ്ങനെ ഒരു മുത്തം കിട്ടിയിട്ട്. അങ്ങനെ എന്നെ അത്ഭുതപ്പെടുത്തുന്നതോ സന്തോഷപ്പെടുന്നതോ ആയ ഒരു വിജയവും നീ ഇതുവരെ നേടിയിട്ടില്ല എന്നതാണ് സത്യം. എങ്കിൽ ഇന്ന് അമ്മ എന്റെ നെറ്റിയിൽ മുത്തം തരും. അമ്മ അത്ഭുതപ്പെടും, സന്തോഷിക്കും. കാരണം ഒട്ടും വൈകാതെ ഈ വീട്ടിൽ നിന്നും അമ്മയുടെ ബാലചന്ദ്രന്റെ നിലവിളി ഉയരും. നീ ഇവിടുന്ന് വിഷം എടുത്തോണ്ട് പോയിന്നല്ലാതെ അതെന്തിനാണെന്നോ എന്ത് ചെയ്തെന്നോ എനിക്കറിയില്ല. ഈ ആയിരപ്പറ കുടുംബത്തിലെ ഓരോരുത്തരെയും ബാലൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ അവന്റെ പശുക്കളെയും അവൻ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബാലന്റെ പ്രാണനാണ് അവറ്റകൾ. അവയിൽ ഒന്നിലൊരു ദീനം വന്നാൽ പോലും ബാലൻ സഹിക്കില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോ പശുക്കൾ മുഴുവൻ കൂട്ടത്തോടെ അങ്ങ് ചത്തൊടുങ്ങിയാലോ? ചത്തൊടുങ്ങും. അടുത്തതായി അമ്മ കേൾക്കാൻ പോകുന്നത് ആ വാർത്തയായിരിക്കും. 50 ആനയുടെ ജീവനെടുക്കാൻ കരുത്തുണ്ടെന്ന് അമ്മ പറഞ്ഞ വിഷം കൊണ്ട് ഒരു 40 പശുക്കളെ കൊന്നൂടെ? സത്യമാണോ മോനെ? ഞാൻ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നില്ല. എന്റെ പശുക്കൾ ചത്തെന്നുള്ള ബാലന്റെ നിലവിളി ഉയരുമ്പോൾ അമ്മ താനേ വിശ്വസിച്ചോളൂ. ബാലന്റെ ഫാമിൽ ചെന്ന് അവന്റെ പശുക്കൾക്കുള്ള കുടിവെള്ളത്തിൽ ആ മാരക വിഷം കലർത്തിയിട്ടാമേ ഞാൻ വന്നിരിക്കുന്നത്.